അലിംസിന്റെ അലിംസ്പെയറിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒന്ന് നമ്മളുമായി സംവദിക്കുന്നത് മുഹമ്മദ് റിൻഷാദ് അല്ലേ? വീട് വണ്ടൂർ. ഓക്കെ. റിൻഷാദ് +2+1 കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ. ഈ +2+1 ഏതായിരുന്നു? ഏത് സ്ട്രീമിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു? മാത്സ് കൊമേഴ്സ്. ഓക്കെ. ഈ മാത്സ് കൊമേഴ്സ് എടുത്ത ഒരാൾ എന്തുകൊണ്ടാണ് ഇപ്പം ബിസിനസ്സിന് ചൂസ് ചെയ്യാനുള്ള കാരണം? ഈ +1+2 കഴിഞ്ഞിട്ട് ഏത് ഫീൽഡിലേക്ക് തിരിയണം അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കസിന് ഇവിടെ പഠിച്ചിരുന്നു അലിംസിൽ. ഓന് എന്നെ റെഫർ ചെയ്താണ്. ഇവിടെ അത്യാവശ്യം എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ, പിന്നെ പ്ലേസ്മെന്റ് ആണെങ്കിൽ അത്, പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതാക്കാം. പിന്നെ നമുക്ക് ഏത് ബിസിനസ് ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിനോട് അപ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. എന്തെങ്കിലും ഇപ്പം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ അവിടുന്ന് എല്ലാ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ. അപ്പോൾ ഈ അലിംസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ബിസിനസ് തോട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ വന്നതിന് ശേഷം ഐഡിയാസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റുമോ ആ തോട്ട്? ഞാനിപ്പോ കരുതി വെച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഇവിന്റെ ചാർജിങ് സ്റ്റേഷനാണ്. അതിൽ പറഞ്ഞാൽ കൺവീനിയൻസ് സ്റ്റോറും കഫിനും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം ലെവല് അങ്ങനത്തെ ഇതിലാണ്. അപ്പൊ അതിൽ പറഞ്ഞാൽ ഇപ്പോ നിലവിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. എന്താ സെറ്റപ്പ് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ കുറവാണ്. പിന്നെ പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ തന്നെ ഇപ്പൊ അതായിട്ട് വരുന്നില്ല. അപ്പൊ ഇനി പറഞ്ഞ എങ്ങനെയായാലും ഇവിക്ക് വണ്ടികൾ മാറാൻ ചാൻസ് കൂടുതൽ ചാൻസ്. ഒന്നാമെന്ന് വെച്ചാൽ എല്ലാവരും അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിന്റെ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് പറഞ്ഞാൽ ഗവൺമെന്റ് അടുത്ത് നമുക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിന്റെ വണ്ടികൾ വെഹിക്കിൾ വരുമ്പോൾ നമുക്ക് പൊല്യൂഷൻ കുറക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞാല് നമുക്കൊന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് ഇതാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇപ്പോഴത്തെ അതിൽ പറഞ്ഞാൽ ഡൽഹിയിലേക്ക് വരച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ എത്ര വർഷം കഴിഞ്ഞ വണ്ടികൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ള ഇതിലാണ് പറയല്. അപ്പൊ ഇവിന്റെ വെഹിക്കിൾ ആകുമ്പോൾ നമുക്ക് എന്താ അങ്ങനത്തെ ഇഷ്യൂ വരുന്നില്ല. അപ്പം ആ ഒരു തോട്ടിലാണുള്ളത് അല്ലേ? അതെ. ഓക്കെ. അപ്പം ഈ അലിംസിലേക്ക് വന്നിട്ട് ഇപ്പം 7 മാസത്തോളമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അലിംസത്തെ ഒരു പിന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി പറഞ്ഞാൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആയിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ടീച്ചേഴ്സിന് കാര്യമായാലും നമുക്ക് എന്ത് കാര്യങ്ങളുടെ ഡൗട്ട് ആണെങ്കിലും നമുക്ക് എന്തും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതേമാതിരി പിന്നെ അവിടുത്തെ മാനേജേഴ്സ് ആയാലും എന്തായാലും ഒക്കെ നമുക്ക് സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ സീനായിട്ട് വന്നിട്ടൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വേറെ ആരുടെയും കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് എക്സ്പെർട്ട് സെക്ഷന് കാര്യങ്ങളൊക്കെ തന്നുകാണ്ട് നമ്മളെ എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമോ അങ്ങനെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിൻഷാദിന്റെ ഈ ലൈഫിനെ എത്രത്തോളം സ്വാധീനം ചെയ്യുന്നുണ്ട് അലിംസ്? സാറേ, ഞാനിപ്പോ കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കാനുള്ള ആൾക്കാരൊന്നുമില്ലേന്ന്. പക്ഷെ ഈ അലിംസിൽ വന്നതിന് ശേഷം ഞാൻ ഈ കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കും. അതേമാതിരി ഇപ്പോൾ ഈ ബിസിനസിനെ കുറിച്ച് തന്നെ കുറേയൊക്കെ ഒന്നും അറിയാത്ത ആളായിരുന്നു ഞാൻ. അതിൽ നിന്ന് തന്നെ കുറേയൊക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ മാർക്കറ്റിങ്ങിന്റെ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് നടത്തുന്ന ഇതുണ്ട്. ഇപ്പോൾ കുറേ ഇതിലൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു സ്വിറ്റ്സർലാൻഡ് എവിടെ തോന്നുന്നുണ്ട്, ഇപ്പോൾ ഒരു ചോക്ലേറ്റിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഒരു വലിയ ഐസ് ക്യൂബിൽ ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിങ്ങാണ്ട് ഇതാക്കി. അപ്പൊ പറഞ്ഞാൽ ഒരു ചുറ്റിക്കും ഒരു ഹാമറോട് വെച്ചിങ്ങാണ്ട് നിങ്ങൾ പൊട്ടിച്ചെടുക്കുക. അപ്പൊ അതിലൂടെ ഇങ്ങനെ ആൾക്കാർ ഒരു പബ്ലിക് പ്ലേസിലാവുമ്പോ അതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ നോക്കും. അപ്പൊ ആ ഒരു രീതിയിൽ കൂടെ ഒരു മാർക്കറ്റിംഗ്. ഇപ്പൊ ഈ ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്വാധീനം എത്രത്തോളം ബിസിനസിനെ ബാധിക്കുന്നുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാല് ഇപ്പോഴത്തെ ഇതിൽ വരുന്ന എല്ലാ ബിസിനസ്സിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മസ്റ്റാണ്. ബാക്കിയുള്ള നമ്മള് വേറെ എന്ത് വെച്ച് മാർക്കറ്റിംഗ് ചെയ്താൽ അതിനെക്കാട്ടി ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് ബാധിക്കുക ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യുകയാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അത് മോട്ടീവ് ആവും. ഓക്കെ. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞല്ലോ, അപ്പോൾ ഏകദേശം തോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പിന്നെ ബിസിനസ് ആളുകളെ നിങ്ങൾ പിന്നെ അതായത് റോൾ മോഡൽ ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ആ കാര്യത്തിൽ? അങ്ങനത്തെ ഇതിൽ പറഞ്ഞാല് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. ഇതിലിപ്പോ ഒക്കെ ഹലാലാക്കി ചെയ്യാം. ഇപ്പൊ നമ്മള്
കുട്ടിക്കല്ലേ, കുട്ടിക്കാന്റെ കാര്യം പറയുമ്പോൾ തന്നെ മൂപ്പരോട് ആ ഒരു ക്ലാസ് എന്താ ഒരു എക്സ്പെർട്ട് സെക്ഷൻ കേട്ടിരുന്നു. അത് പറഞ്ഞാൽ എന്താ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഇതാകും. അതിൽ നമുക്കൊരു മോട്ടിവേഷൻ ലെവലാണ് മൂപ്പരുടെ സ്പീക്കിംഗ് തന്നെ. ഇപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ അതിൽ ഏതൊരു പോർഷൻ നേരെ പറയണ്ടേ, എന്തോ ഒരു ഫുഡിന്റെ ഇതിൽ എന്തോ ഒരു പിന്നെ എത്രയോ ടൺ കണക്കിന് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി അതിലെന്തോ ഒരു ബ്രാൻഡ് കൊണ്ട് അത് ഒഴിവാക്കിയാണ്. അതൊരു നഷ്ടം വരുത്തി. എന്നാലും അത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ്. ശരിക്കും അത് കസ്റ്റമർ അറിയുക പോലും ഇല്ല ശരിക്കും, അല്ലേ? അറിയില്ല. പക്ഷെ എന്ത് ചാടിയാലും അതിന് എടുത്തിട്ടാലും എന്ത് ചെയ്താലും ആരും അറിയില്ല അവരെന്താ ഉള്ളിൽ നടക്കുന്നത്. ആ മേക്കിങ്ങിന്റെ പ്രോസസ് ആരും അറിയുന്നില്ല. ശരിക്കും മൂപ്പർക്ക് അതിന്റെ കൂടെ തന്നെ അടിച്ചു കയറ്റി വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അത് നമുക്ക് ഭാവിയില് എന്തേ പ്രശ്നമാക്കും. ആ ഒരു ഇതുകൊണ്ട് ഇതാക്കിയായിരുന്നു. സത്യസന്ധമായിട്ട് ചെയ്യുന്ന ബിസിനസ് അല്ലേ, സത്യസന്ധമായിട്ട് ചെയ്യാം. ഓക്കെ. റിൻഷാദ് അലിംസിലേക്ക് എത്തിയത് റിൻഷാദിന്റെ ഒരു കസിന് ഇതിലേക്ക് റെഫർ ചെയ്തതെന്ന് പറഞ്ഞല്ലേ? അപ്പം ശരിക്കും അപ്പോൾ ആ കസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ? അവര് എന്താണ്, ബിസിനസ് ആണോ? അല്ല, അവരിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റേൺഷിപ്പ് ചെയ്തോണ്ട്. ഓക്കെ. ഗ്രീൻ യൂണിവേഴ്സിറ്റി മലപ്പുറത്ത്. ഓക്കെ, ശരി. ഇപ്പോൾ അലിംസിലേക്ക് വരുമ്പോൾ അലിംസ് പിന്നെ എന്തൊക്കെ ഓഫറുകൾ ചെയ്യുന്നുണ്ട് അല്ലേ? ധാരാളം കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്നതാവാം ഇങ്ങനെ ആവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓഫറുകൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അലിംസിൽ ചേരാം. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ജേർണിയിൽ ഈ അലിംസ് തന്ന വാഗ്ദാനങ്ങളൊക്കെ ശരിക്കും ശരിയാണോ തോന്നിയിട്ടുണ്ടോ?